പ്രൈമറി സ്കൂൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രം. പലപ്പോഴും ഇത് ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഒക്കെ ഇമ്പോർട്ടൻസ് അല്ലെ അവിടെ ബോർഡ് എക്സാം ഉണ്ട്, പരീക്ഷയുണ്ടെന്നും പറഞ്ഞ് ഓടുമ്പോൾ പ്രൈമറി സ്കൂളാണ് ഒരു കുട്ടിയുടെ അടിസ്ഥാനം ഓർഗനൈസ് ചെയ്യുന്നതെന്നും ആ കുട്ടിയുടെ ഭാവി മുഴുവൻ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായൊരു പങ്ക് പ്രൈമറി സ്കൂൾ വഹിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അതിനനുസരിച്ച് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, താങ്ക്ഫുൾ ആകുന്നില്ല. പ്രൈമറി സ്കൂളിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. വലിയ സ്കൂളുകളെന്ന് അവകാശപ്പെടുന്ന സ്കൂളുകൾ പോലും പ്രൈമറി സ്കൂളിൻ്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഈ മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള ബോർഡ് എക്സാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് പ്രൈമറി സെഷൻ പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര റെക്കഗ്നീഷൻ കിട്ടാതെ പോവുകയും അത് തീരെ ഓൾസം അല്ലാതെ ഒരു വെറും അക്കാഡമിക് സെൻ്ററായിട്ട് മാത്രം പരിമിതപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് വലിയൊരു അപകടമാണ്. ഈ അധ്യാപക പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ തരത്തിലുള്ള സ്കൂളുകളിലൊക്കെ യാത്ര ചെയ്തപ്പോൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് പൊതുവേ ഹാപ്പി അല്ല, അവർക്ക് ആവശ്യമുള്ളൊരു റെക്കഗ്നീഷൻ കിട്ടുന്നില്ല, അവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ല. അപ്പോൾ ഇത് വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കുറവാവും. അത് ഭാവിയിൽ കുഞ്ഞുങ്ങളെ വളരെ ദോഷമായി ബാധിക്കും. അത് രാജ്യത്തെയും ബാധിക്കും. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്രതയാണ്. അത് നഷ്ടപ്പെടുത്തിയാൽ എല്ലാം നഷ്ടമാകും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സാണ് ഒരു സ്കൂളിലെ ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ടീച്ചർ ഗ്രൂപ്പായിട്ട് മാറേണ്ടത്. അല്ലെ അവരുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഒരു സ്കൂളിൻ്റെ ടോട്ടൽ ക്വാളിറ്റി നിലനിൽക്കുന്നത്. കാരണം ആ ചെറിയ പ്രായത്തിൽ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫൗണ്ടേഷണൽ പീരീഡാണ്, ഒരുപക്ഷെ ഒരു ഗോൾഡൻ പീരീഡ് ഓഫ് എ ചൈൽഡ് എന്ന് വിളിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഒരു 10 വയസ്സ് വരെയുള്ള സമയമാണ്. ഈ സമയത്താണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സമയത്താണ് അവരിൽ നല്ല വെർച്യൂസ്, നല്ല ക്വാളിറ്റീസ്, നല്ല ആരോഗ്യവും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത്, നല്ല സംസ്കാരം ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രൈമറി സ്കൂളിൻ്റെ ടൈം നമ്മൾ വളരെ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ടീനേജിലേക്ക് വരുന്ന കുട്ടികളുടെ ക്വാളിറ്റി വളരെ കുറയുകയും ടീനേജിൽ അവർ വളരെ അൺകംഫർട്ടബിൾ ആകുകയും തുടർന്നുള്ള അവരുടെ ജീവിതത്തെ അത് മോശമായി ബാധിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനമായിട്ട് കരുതേണ്ടത് പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസമാണ്. ഡോക്ടർ അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ആർ ദ പ്രൈം ടീച്ചേഴ്സ് ഓഫ് എ കൺട്രി. ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു മേക്ക് ഓർ ബ്രേക്ക് എ നേഷൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ ഗൈഡ് ചെയ്യുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുകയും അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുകയും ആ ഹോൾ സിസ്റ്റത്തിൽ അവർ ഹൈലി റെസ്പെക്റ്റഡ് ആയിരിക്കണം. ഇപ്പം മുതിർന്ന ക്ലാസ്സിലെ ടീച്ചേഴ്സിനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് റെക്കഗ്നീഷനും റെസ്പെക്റ്റും കിട്ടാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. കാരണം അവരുടെ കുട്ടികൾ ബോർഡ് എക്സാം എഴുതുന്നു, അവരെല്ലാം A1 വാങ്ങിക്കുന്നു, അല്ലെ A+ വാങ്ങിക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം ഒത്തിരി റെക്കഗ്നീഷൻ പോയിൻറ്റ്സ് ഉണ്ട്. നേരെ മറിച്ച് ഈ ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം വലിയ സ്കൂളുകളിലൊക്കെ ഈ മുതിർന്ന ക്ലാസ്സിലെ ടീച്ചേഴ്സ് തന്നെ വർഷത്തിൽ ഒരാഴ്ചയെങ്കിലും അല്ലെ 2 ആഴ്ച ഈ പ്രൈമറി സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ആ ടീച്ചേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നോ ആ സ്കൂളിങ്ങിൻ്റെ ഒരു ചലഞ്ച് എന്താണെന്നോ അവിടുത്തെ ഡിഫിക്കൽറ്റി എന്താണെന്നോ ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ ഇത് വളരെ ആവശ്യമായൊരു കാര്യമാണ്. അപ്പം പിന്നെ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് ഒരു കുറേ മാർക്ക് വാങ്ങിക്കാനുള്ള സ്ഥലമല്ല. പല പേരൻസും ഒക്കെ പ്രൈമറി സ്കൂളിനെ കാണുന്നത് കുട്ടിയുടെ സ്കൂളിലെ ഫസ്റ്റാണോ സെക്കൻഡാണോ ഈ രീതിയിലാണ്. ഇതൊക്കെ അതൊക്കെ തന്നെ അറിവില്ലായ്മയുടെയും വിദ്യാഭ്യാസമില്ലായ്മയുടെയും ചില സൂചനകളാണ്. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വേണ്ടത് അവരുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റാണ്. സമഗ്രമായിരിക്കണം അവരുടെ വികസനം, പ്രത്യേകിച്ച് അവരുടെ ശാരീരിക ആരോഗ്യം, അവർ കഴിക്കുന്ന ആഹാരം നമുക്ക് വളരെ പ്രധാനമാണ്. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അവരുടെ ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ്, ഇതിലൊക്കെ ആഹാരത്തിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര സ്കൂളുകൾ പേരൻസിനെ ആ രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രൈമറി സ്കൂളിലെ പേരൻസിനെ തന്നെ നമ്മൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഫുഡ് നല്ലതായിരിക്കണം, കുട്ടികൾക്ക് നല്ല എക്സസൈസ്, ഓടിച്ചാടി കളി വേണം, അവർക്ക് നല്ല ഉറക്കം വേണം. ഉറക്കവും ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ടും മെൻ്റൽ ഡെവലപ്മെൻറ്റുമായിട്ടൊക്കെ ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. നല്ല ഹൈജീനിക് ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ അവരിൽ ചെറിയ ലേണിംഗ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ADHD പോലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ കണ്ടെത്തിയാലേ അതിനെ തിരുത്താനും
അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനോ കഴിയുള്ളൂ. അതുപോലെ തന്നെ പിന്നെ അവർക്ക് മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ബിഹേവിയറലായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെറിയ പ്രായത്തിൽ കണ്ടെത്തിയാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ടീനേജിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് പല കുട്ടികളുടെയും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടിയെ കണ്ടു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അത് പക്ഷേ ആരും അതുവരെ ശ്രദ്ധിച്ചില്ല. പക്ഷേ 9ലൊക്കെ ആയപ്പോഴത്തേക്ക് ആ കുട്ടി ക്ലാസ്സിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് കൺഫേം ചെയ്യുന്നില്ല. അവിടെ എല്ലാം അവന് ഒരുപാട് ഓഡിറ്റീസാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നതിൽ ഈ പ്രൈമറി സ്കൂളിലെ ശ്രദ്ധക്കുറവ് വളരെ ഒരു വിഷയമാണ്. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ വെറും അക്കാഡമിക്സ് മാത്രം നോക്കിയാൽ പോരാ. കുട്ടികളുടെ ആരോഗ്യത്തെ നോക്കണം, സ്വഭാവത്തെ നോക്കണം, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ നോക്കണം, ഇമോഷൻസിനെ നോക്കണം. ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിലേക്കൊക്കെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് കുട്ടികളെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ഒരുപാട് എംപവേർഡ് ആകേണ്ടതുണ്ട്, സ്ട്രെങ്തൻഡ് ആവേണ്ടതുണ്ട്. അവർ ഹാപ്പി ആയിരിക്കണം. ലോകം മുഴുവൻ പ്രൈമറി സ്കൂളിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് റേസ് ഹാപ്പി ചിൽഡ്രൻ എന്നുള്ളതാണ്. അല്ലാതെ കുറേ സ്മാർട്ട് ചിൽഡ്രനെ ക്രിയേറ്റ് ചെയ്യുകയല്ല. സ്മാർട്ട് ചിൽഡ്രനെ ക്രിയേറ്റ് ചെയ്യാൻ പോയ അമേരിക്ക ഇന്ന് വിദ്യാഭ്യാസത്തിൽ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. പലപ്പോഴും പിന്നെ അവിടുത്തെ കുട്ടികൾ കളിപ്പാട്ടം എടുക്കേണ്ട പ്രായത്തിൽ തോക്കെടുക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളാണ് അവർക്കിന്ന് മാതൃക. കാരണം ലോകത്തിലെ ഏറ്റവും ഹാപ്പി ചിൽഡ്രനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഫിൻലൻഡും ഡെൻമാർക്കും സ്വീഡനും ഒക്കെയാണ്. ആ രാജ്യങ്ങളിലെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ ഹാപ്പി ആകുന്നതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ അവിടെ പിന്നെ അക്രമങ്ങൾ കുറവാണ്, വയലൻസ് കുറവാണ്, മെൻ്റൽ ഡിസീസ് കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം രാജ്യങ്ങളുടെ ഒരു മാതൃക ലോകത്തെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളൊക്കെ അവരാരാകണോ അതൊക്കെ ആയിക്കോളും. തുടക്കത്തിലേ തന്നെ അവരെ പഠിപ്പിക്കാനല്ല നോക്കേണ്ടത്. പ്രൈമറി സ്കൂൾ ഈസ് എ പ്ലേസ് വെയർ യു ഹാവ് ടു മേക്ക് ചിൽഡ്രൻ ലേൺ റെഡി ആൻഡ് ലൈഫ് റെഡി. അവരെ ഓർഗനൈസ് ചെയ്യുക, പഠിക്കാനുള്ള കുട്ടികൾ, പഠിക്കാൻ പറ്റുന്ന കുട്ടികളായിട്ട്, അതുപോലെ തന്നെ ജീവിതത്തിന് പറ്റുന്ന കുട്ടികളായിട്ട് അവരെ ഓർഗനൈസ് ചെയ്തെടുക്കുക. അതിനായിരിക്കണം പ്രയോറിറ്റി. നേരെ അങ്ങ് പഠിപ്പിച്ച് തുടങ്ങുകയല്ല. പഠിപ്പിക്കുന്നതൊക്കെ ആവശ്യമാണ്. അതിൻ്റെ ഒരു ബാലൻസ്, നല്ല പാട്ട് പാടുകയും കഥ പറയുകയും ഒരുപാട് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും. ഹാപ്പി ആയിട്ട് കുട്ടികളെ പ്രൈമറി സ്കൂളിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർ ടീനേജിൽ കംഫർട്ടബിൾ ആകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. വഴിതെറ്റാനും പിന്നെ പഠനത്തിൽ മോശമാകാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഹാപ്പിനെസ് ഉണ്ടാകുന്നത് എന്തിലൂടെയൊക്കെയാണ്? കളികളിലൂടെ, റിലേഷൻഷിപ്പിലൂടെ, ഇൻട്രാക്ഷൻസിലൂടെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ, നല്ല ആഹാരത്തിലൂടെ, നല്ല ഉറക്കത്തിലൂടെ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടൊരു സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ഉണർന്നു വരട്ടെ, ഉയർന്നു വരട്ടെ. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചത്. കാരണം പല സ്കൂളുകളിലും യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരവസ്ഥ പലപ്പോഴും വളരെ അരണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യം പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ലോവർ സൈഡ്. ഹയർ സൈഡിലെല്ലാം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഒരു ലോപ്പ് സൈഡ് വിദ്യാഭ്യാസമായി മാറത്തേ ഉള്ളൂ. അതിൻ്റെ പ്രയോജനം ചെയ്യില്ല. നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും പരിഹാരം പ്രൈമറി സ്കൂളിലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ ഒരു വ്യത്യാസം ഉണ്ടാകും. എല്ലാവർക്കും ആശംസകൾ. നല്ലതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പ്രത്യേകിച്ച് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ, അറിയാവുന്ന പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. സ്കൂൾ സിസ്റ്റം മുഴുവൻ അവരെ റെക്കഗ്നൈസ് ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കുക. അവരെ സന്തോഷമാക്കി നിർത്താൻ പഠിക്കുക. താങ്ക് യു സോ മച്ച്.